നമ്മുടെ കുമരകം ബേർഡ് സാഞ്ചുറിയാണ് കേട്ടോ കോട്ടയത്തുള്ളത്. ഞങ്ങൾ കോട്ടയത്തൊരു ഫംഗ്ഷന് പോകുമായിരുന്നു. അപ്പം പപ്പയമ്മ ഇവിടെ കയറിയിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സമയമുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് ഓർത്ത്. കുറേ നേരം തൊട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ കാട് തീർന്നിട്ട് എത്തണില്ല. എന്താ ഇഷ്ടപ്പെട്ട? കാടും നല്ല ഭംഗിയുണ്ട്, നടക്കാനും നല്ല രസമുണ്ട്, വെയിലില്ല, നല്ല സുഖമുണ്ട്, കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലും കിളീനെയൊക്കെ കണ്ടോ? ബേർഡ് സാഞ്ചുറി ഒക്കെയാണ്, പക്ഷെ ഓരൊറ്റ കാക്ക കുഞ്ഞിനെ പോലും കണ്ടില്ല. വാ, എവിടെങ്കിലും ഒക്കെ കാണും എന്തായാലും. പക്ഷെ ഇങ്ങനെ നടന്നിട്ട് കുഴപ്പമില്ലല്ലേ. ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുറെ ആയിട്ടും കാട് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കിളീനെ പോലും കണ്ടില്ല. ഇവിടെ ഉണ്ടൊക്കെ ഇങ്ങനെ മറ്റേ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരൊറ്റ എവിടെ ഒരു സൗണ്ട് കേൾക്കണുണ്ട് കേട്ടോ കിളിയുടെ. കുയില ഞങ്ങൾ പകുതി വരെ നടന്നിട്ടും ഒരു ഇതിനെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. പിന്നെ എന്തായാലും ടിക്കറ്റ് എടുത്ത് ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പോവാം. ഇവിടെ പക്ഷെ അത്രയ്ക്ക് ആരും ഇല്ല. ഫാമിലീസൊക്കെ വന്നിട്ടും അവരൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാം. പിന്നെ കുറേ കപ്പിൾസ് ഉണ്ട്, അല്ലാണ്ട് ആകെ 5-6 പേരൊക്കെ ഉണ്ട് അല്ലേ. ഒന്നും കണ്ടില്ല ഇത്രയും നേരമായിട്ട്. അങ്ങേയറ്റത്തൊക്കെ എന്തോ ലേക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും കാണുമോ നോക്കാം. അയ്യോ, നാക്കൊക്കെ നീട്ടുന്നുണ്ട്. ഗൈസ്, ഒരു ഉടുമ്പിനെ കണ്ട് ഫൈനലി. പക്ഷെ എനിക്ക് പേടി അതിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട്. അത് സൗണ്ട് കേട്ടിട്ട് നോക്കിയതാണ്. ദേ ഉടുമ്പല്ലേ, വരുത്തില്ലേ? പക്ഷെ ഇച്ചിരി ടെറർ ലുക്കൊക്കെ ഉണ്ട്. എന്ത് അയ്യോ, പോയാ കാണാൻ വയ്യ. പോയി അത് ഉള്ളിലോട്ട് പോയി. ഫൈനലി അത് തന്നെ ഗൈസ്, ആ ഉടുമ്പിന്റെ നാക്ക് നീട്ടണ മാത്രം കണ്ട് അത് പോയി. ഇല്ല, അങ്ങോട്ട് പോണില്ല, തിരിച്ചു പോകാം. അപ്പൊ ഗൈസ് അങ്ങോട്ട് ഒന്നും ഇല്ലെന്നത് ആ പുള്ളി പറഞ്ഞു. അപ്പം വെറുതെ ഇത്ര നടന്നിട്ട് തന്നെ ക്ഷീണിച്ചു പോയി. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാം. ഒന്നിനെ കണ്ടുമില്ല. അപ്പം ഓക്കെ. അപ്പൊ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ മാർച്ചില് ഈ ദേശാടന കിളികൾ എന്തോ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതപ്പോൾ ഈ മാർച്ച് ടൈമിലൊക്കെ വരത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം വന്നാൽ ഒന്നും കാണത്തില്ല. പക്ഷെ ആ ടിക്കറ്റ് എടുക്കുന്ന അവിടെ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞങ്ങളോട് പറഞ്ഞു ഇത്ര കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്, 2 കിലോമീറ്റേഴ്സ് എന്തോ നടക്കാനുണ്ട് അങ്ങോട്ട് എന്നേ പറഞ്ഞില്ല. അല്ലാണ്ട് ഒന്നും ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞങ്ങളൊന്നും കാണാത്തതുകൊണ്ട് പിന്നെ ഇത്രയും നടന്നിട്ടും ടയേർഡായി, ഭയങ്കര ചൂടും. അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്. ഓക്കെ, അങ്ങനെ ചത്ത് ക്ഷീണിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്ഥലം കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബെഞ്ച് ഉണ്ട് ഇരിക്കാനായിട്ട്. പപ്പ ഓൾറെഡി ഇരുന്നു, അമ്മ ഇരുന്നു. ഇനി രണ്ടും കൂടെ ഞാൻ കയറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ വഴക്കാണ്. എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഒരു കാര്യവും കാണാനില്ല. നമ്മള് വെറുതെ വന്നെന്ന് മാത്രം. ചുമ്മാ രസമല്ലേ, നടന്ന് ക്ഷീണിച്ചല്ല. അല്ല, സീസൺ അല്ലാത്തപ്പോ പാസ് കൊടുക്കരുത്. പാസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇത് വെറുതെ ഒരു കളിപ്പായി. മാർച്ച്, ഏപ്രിൽ, മെയ് മാസം. അല്ല, ഇത് നമുക്കൊരു കളിപ്പായി പോയി. വെറുതെ നടന്ന് ക്ഷീണിച്ച് ഒരു ഉടുമ്പിന്റെ പകുതി പോകും. ഇതിനേലും ഒക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങളുടെ ആലപ്പുഴ. അവിടെ ബീച്ചെങ്കിലും ഉണ്ട്, കാറ്റെങ്കിലും കിട്ടും. അവിടെ കുട്ടനാടിൽ ചെന്നാലും കുറെ കായലും ബോട്ടും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ വന്ന് കണ്ട പിന്നല്ല, ആലപ്പുഴ പൊളിയാണ് ഗൈസ്. ഈ കോട്ടയം ഒന്നും ഇല്ലെന്നല്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം വന്നിട്ട് ഒന്നുമില്ല. കുറേ നടന്നിട്ടും ഭയങ്കര ഈ വെയിലും കൂടെ ആയിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടും ക്ഷീണിച്ച് ഒന്നുമില്ല. അപ്പം ഇവിടുത്തെ ആ ഒരു ഓഫീസറിനെ കണ്ട. അപ്പം പുള്ളിയും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇല്ല, മാർച്ച് ആ ടൈമിൽ എന്തുകൊണ്ട് ബേർഡ്സൊക്കെ വരുത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കുറേ പേര് ചോദിച്ചു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ വ്ളോഗിങ് എടുത്താണ്, വീഡിയോ എടുക്കലാണല്ലോ എന്നൊക്കെ. ഞാൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റിൽ താഴേക്കുള്ള വീഡിയോ ചുമ്മാ ഇടുന്നേട്ടാ. ഇട്ടിട്ട് വന്നപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമ്പോൾ ഒക്കെ എടുക്കണതാണ്. ഓക്കെ,
അങ്ങനെ നമ്മൾ ബേർഡ് സാഞ്ചുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എന്തുകൊണ്ട് 1-2 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച ബേർഡ് സാഞ്ചുറി അല്ല. പക്ഷെ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അത് ഞാൻ പണ്ട് വന്നതാണ്. പക്ഷെ ഇതിപ്പോൾ കുറേ നടക്കാനുണ്ട്. അന്ന് ഇത്രയും ഉണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കൊക്കിനെങ്കിലും കിട്ടി. നടന്നു. എല്ലാവരും ക്ഷീണിച്ച് ഗൈസ്. ഇനി എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണം. ഇവിടെ എന്തോ ക്യാൻറ്റീൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി ഒന്ന് വെള്ളമെങ്കിലും കുടിച്ചിട്ടൊക്കെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുക ഗൈസ്. അങ്ങനെ ബേർഡ് സാഞ്ചുറിയിൽ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ബേർഡ്സ് ഇല്ല ഗൈസ്. ആരുണ്ടെങ്കിലല്ലോ മാർച്ച് ആ ടൈമിലൊക്കെ വന്നാൽ മതി. അല്ലാണ്ട് ഒരു കാക്കക്കുഞ്ഞിനെ പോലും ഇവിടെ കണ്ടില്ല. ഒരു കൊക്കിനെ ലാസ്റ്റ് പുറത്തെത്തിയപ്പോൾ കണ്ടു. പിന്നെ ഒരു ഉടുമ്പിനെ കണ്ടു. അല്ലേ അമ്മ എന്തെങ്കിലും കണ്ടോ? പൂർണ്ണമായിട്ടുണ്ടല്ല, വാലും പകുതി നാക്കും വാലും കണ്ട് ഒരു കൊക്കിനെ പുറത്ത് വെച്ച് കണ്ടു. സാധാരണ കാക്കയെങ്കിലും കാണുന്നത്, ഇത് കാക്ക ഒരു കാക്ക പോലും ഇല്ലായിരുന്നു. ശരിക്കും നഷ്ടം തന്നെയാ ഇതിനകത്ത് കയറിയ. ഒരു പാസ് 100 രൂപ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. പിന്നെ കാറ് പാർക്ക് ചെയ്ത അതിന്റെ ഇതും എടുത്ത് പാർക്കിംഗ് ഫീസ്. നമ്മൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ കഴിച്ച് ഒരു അടിപൊളി കിട്ടുന്ന വീഡിയോ ഇടുന്നുണ്ടോ. പ്ലീസ് ഡോണ്ട് മിസ് ദ വീഡിയോ ഗൈസ്. കുറേ വെളിപ്പെടുത്തലുകൾ, കുറച്ച് കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒന്നില്ല ഇതിന് മുന്നേ ഇടാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കഴിയണ പോലെ ഇരിക്കും കേട്ടോ. എന്തായാലും ഞാൻ മാക്സിമം ഈ 31st ഉള്ളിൽ ഇടാൻ നോക്കാം. ഓക്കെ, വെറുതെ ഈ വേണ്ടാത്ത കാര്യമൊന്നും വെച്ച് നീട്ടിക്കൊണ്ട് പോരുതല്ലോ. അത് മാക്സിമം പറഞ്ഞങ്ങോട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ന്യൂ ഇയർ ഒക്കെയാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. പഠിച്ചു വിളിക്കുക ഗൈസ്. ബൈ ബൈ.